ചേലക്കരയിൽ നിന്ന് സാലി മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സാലി, പാലക്കാടിന്റെ മണ്ഡലം സംബന്ധിച്ച സാഹചര്യം വിലയിരുത്തുമ്പോൾ ഒരു അട്ടിമറി വിജയം അവിടെ ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് ബലമേകുന്ന നിരവധിയായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. പക്ഷേ ചേലക്കരയിൽ അങ്ങനെയല്ല. ഒരു വികസന തുടർച്ചയ്ക്കാണ് വോട്ട്, ഭരണ തുടർച്ചയ്ക്കാണ് വോട്ട് എന്നത് വോട്ടർമാർ തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട്. അതിന് ഏറ്റവും ശക്തമായ കാരണങ്ങളുമുണ്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോൾ ചേലക്കരയിലെ വികസന പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതലായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാനം നാളിതുവരെ നൽകിയിട്ടുള്ള ചേലക്കരയിൽ പ്രത്യേകിച്ച് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ MLA-യുടെ പിൻബലത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളടക്കം മറ്റു മണ്ഡലങ്ങളിലും വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും UR പ്രദീപിനെ പോലെ ഒരു മണ്ഡലത്തെ അറിയുന്ന സ്ഥാനാർത്ഥി വരുമ്പോൾ അങ്ങനെയുള്ള പ്രതീക്ഷകൾ തന്നെയായിരുന്നു വോട്ടർമാർ നാളിതുവരെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഈ കണക്കുകൂട്ടലുകളൊക്കെയാണോ ഇപ്പോൾ വോട്ടായി മാറിയിരിക്കുന്നത് എന്നറിയാനാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. ഒരുക്കങ്ങളൊക്കെയും പൂർത്തിയായോ സാലി മുഹമ്മദ്? കാവ്യ, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. 7:30-ക്ക് സ്ട്രോങ് റൂം തുറക്കും. 8 മണിക്ക് കൗണ്ടിംഗ് ആരംഭിക്കും. 14 ടേബിളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് EVM-ന് വേണ്ടിയാണ്. ബാക്കി 5 ടേബിളുകൾ പോസ്റ്റൽ ബാലറ്റിന് വേണ്ടിയാണ്. അങ്ങനെ 19 ടേബിളുകളിലായി ഒരേ സമയം കൗണ്ടിംഗ് നടക്കുക എന്നുള്ളതാണ് ക്രമീകരണം. 8 മണിക്ക് തന്നെ ആദ്യം പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങും. തുടർന്ന് സ്ട്രോങ് റൂമിൽ നിന്ന് EVM-കൾ ടേബിളുകളിലേക്ക് എത്തുന്ന മുറയ്ക്ക് EVM-കളുടെ കൗണ്ടിങ്ങും ആരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 8:20 കൂടി EVM കൗണ്ടിങ് തുടങ്ങിയേക്കാം. ഒരു 8:10, 8:15 കൂടി എന്താണ് ഈ പോസ്റ്റൽ ബാലറ്റുകളുടെ ഒരു ട്രെൻഡ് എന്ന് മനസ്സിലാവും. 8:30 കൂടി ആദ്യ ട്രെൻഡ് EVM-കളുടെയും മനസ്സിലാവും. അപ്പോൾ ചുരുക്കത്തിൽ 8:30 കൂടി എന്താണ്, എങ്ങോട്ടാണ് ചേലക്കരയുടെ യാത്ര എന്ന് വ്യക്തമാവുകയും ചെയ്യും. പക്ഷേ അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ പഞ്ചായത്തുകളിലൂടെയാണ് ആദ്യം കൗണ്ടിങ് കടന്നു പോകുക എന്ന് പരിശോധിച്ചാൽ പ്രേക്ഷകർക്ക് അതിൽ ധാരണ എത്താൻ എളുപ്പമാവും. അത് തുടക്കം 1 മുതൽ 14 വരെയുള്ള ആദ്യ റൗണ്ട് എന്ന് പറയുന്നത് 14 EVM ആണ്. അതിൽ 13 എണ്ണവും വരവൂർ പഞ്ചായത്തിലും 1 എണ്ണം ദേശമംഗലം പഞ്ചായത്തിലെയുമാണ്. അപ്പോൾ ആകെ ഉള്ള ഫസ്റ്റ് റൗണ്ടിൽ 14 EVM എണ്ണുന്നതിൽ 13 എണ്ണം വരവൂർ പഞ്ചായത്തിലെ 1 എണ്ണം ദേശമംഗലത്തെയുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് വരവൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് ആദ്യം എണ്ണുക വരവൂർ പഞ്ചായത്തിലെ തന്നെ തളി മേഖലയാണ്. അതിശക്തമായ ഇടത് കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശമാണത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആദ്യത്തെ ട്രെൻഡ് LDF-ന് അനുകൂലമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് നമുക്ക് 2021-ൽ ഈ ഫസ്റ്റ് റൗണ്ട് എണ്ണിയപ്പോൾ 4153 വോട്ടിൻ്റെ ലീഡാണ് 2021-ൽ LDF നേടിയത്. അത് ലോകസഭയിലെത്തിയപ്പോൾ 1808 കുറഞ്ഞെങ്കിലും കൃത്യമായി ലീഡുണ്ടായിരുന്നു ആദ്യത്തെ റൗണ്ടിൽ, ആദ്യത്തെ പഞ്ചായത്തിൽ എന്ന് വ്യക്തമാണ്. സമാന രീതി തന്നെയാണ് രണ്ടാമതുണ്ടെന്ന ദേശമംഗലം പഞ്ചായത്തിലും. ദേശമംഗലത്തിൻ്റെ ഒരു സവിശേഷത, അത് UR പ്രദീപിൻ്റെ ഇടത് സ്ഥാനാർത്ഥിയുടെ ജന്മനാടാണ്, താമസ സ്ഥലമാണ്. അദ്ദേഹം ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന പ്രദേശമാണ്. അദ്ദേഹം പൊതുപ്രവർത്തനം നടത്തുന്ന സ്ഥലമാണ്. വ്യക്തിപരമായ ഒരുപാട് ബന്ധങ്ങളുള്ള ഇടമാണ്. അവിടെ 2016-ൽ UR പ്രദീപ് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ 10200 വോട്ടിനാണ് നിയമസഭയിലേക്കെന്ന് UR പ്രദീപ് എത്തിയത്. അതിൽ 2468 വോട്ട് അന്ന് 2016-ൽ 2468 വോട്ടിൻ്റെ ലീഡും ഈ ദേശമംഗലം പഞ്ചായത്താണ് നൽകിയത്. 2021-ൽ കെ രാധാകൃഷ്ണൻ വീണ്ടും മത്സരിച്ചപ്പോൾ ആ ലീഡ് 4153 2024 ലോകസഭയിലേക്ക് 148 വർദ്ധിച്ചു. അപ്പോൾ ചുരുക്കത്തിൽ ഇത് വലിയ തോതിലുള്ള ഒരു ലീഡ് തുടക്കത്തിൽ തന്നെ ലഭിക്കാനിടയുള്ള പ്രദേശമാണ് എന്ന് പറയാം. ചെറുതുരുത്തിയിലെ 14 ബൂത്തുകളും പരിശോധിച്ചാൽ 2021-ൽ 5600 വോട്ടിൻ്റെ ലീഡാണ് LDF-ന് ആ പ്രദേശം മാത്രം നൽകിയത്. 2024 ലോകസഭയിൽ 1405 വോട്ടിൻ്റെ ലീഡ്. അപ്പോൾ ആദ്യത്തെ ഒരു 3-4 പഞ്ചായത്തുകൾ, അതായത് 6-7 റൗണ്ടുകൾ കൃത്യമായി LDF-ന് വലിയ മേൽക്കോയ്മയുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ റൗണ്ട് എണ്ണുമ്പോൾ ഒരു 10,000-ന് അടുത്തേക്ക് ഭൂരിപക്ഷം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായിരുന്നു കഴിഞ്ഞ തവണത്തേക്കൊരു ട്രെൻഡ്. അതൊരു 6000, 5000 വരെയാണെങ്കിലും LDF-ന് മികച്ച ഭൂരിപക്ഷത്തോടെ ഈ മണ്ഡലം നിലനിർത്താനാവും. നേരെ മറിച്ച് ഈ ആദ്യത്തെ 1, 2, 3, 4 റൗണ്ട് കഴിയുമ്പം LDF ലീഡ് ചെയ്തൊരു 1000, 2000 ഒക്കെ ആണെങ്കിൽ പിന്നീട് എണ്ണാൻ പോകുന്ന ചേലക്കര, മുള്ളൂർക്കര പോലുള്ള പഞ്ചായത്തുകളുടെ വിധി എന്താകും എന്നുള്ളൊരു പ്രശ്നമാണ്. അതൊരു UDF-ന് ശക്തിയുള്ള പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിലേക്ക് വോട്ടെണ്ണം എത്തുമ്പോൾ മറിച്ചാണ് ആ വോട്ടർമാർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൂരിപക്ഷം തിരിച്ചു വരാനും സാധ്യതയുണ്ട്. അപ്പം തുടക്കത്തിലുള്ള ഒരു
ഒരു 7 റൗണ്ട്, അതായത് നാല് പഞ്ചായത്ത്, ആ 4 പഞ്ചായത്തിൻ്റെ ഭൂരിപക്ഷം ഒരു 10-12 എത്തിയാൽ LDF കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ തന്നെ ആഹ്ലാദ പ്രകടനങ്ങളിലേക്ക് കടക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ തവണത്തേതുപോലുള്ള ഒരു മികച്ച വിജയം നേടാനാകും, ഉറപ്പിക്കാനാകും എന്ന് തന്നെയാണ് ഒരു സാഹചര്യം. ഈ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സാഹചര്യം നമുക്കറിയുന്ന പോലെ വലിയ ഭൂരിപക്ഷത്തിന് LDF കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലമാണ്. സംസ്ഥാനത്താകമാനം വലത് തരംഗം ആഞ്ഞടിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5200 വോട്ടിന് ലീഡ് ഇടതു സ്ഥാനാർത്ഥിക്ക് നൽകിയ മണ്ഡലമാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം അങ്ങനെയൊക്കെ തന്നെയാണ്. ഇടത് ഓരം ചേർന്ന് നടന്ന ഒരു മണ്ഡലമാണ്. 96-ന് ശേഷം മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും LDF ലീഡ് നേടിയ ഒരു മണ്ഡലമാണിത്. അതുകൊണ്ട് ഈ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ഇത് ഇക്കുറിയും ആവർത്തിക്കുമെന്ന് തന്നെയാണ് LDFിൻ്റെ കണക്ക്. കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഒരു മികച്ച ഭൂരിപക്ഷം അവർ കണക്ക് കൂട്ടുന്നു. മറുവശത്തേക്ക് UDF പറയുന്നത് നേരിയ വോട്ടിനാണെങ്കിലും മണ്ഡലത്തിലൊരു അട്ടിമറി സാധ്യതയുണ്ട് എന്നത് മാത്രമാണ് അവരുടെ ഒരു പ്രതീക്ഷ. അതാണ് മണ്ഡലത്തിൻ്റെ ഒരു പൊതുചിത്രം എന്ന് പറയുന്നത്. ഏതായാലും നമുക്കൊരു 8:30യോടുകൂടി ഈ ട്രെൻഡ് അറിഞ്ഞു തുടങ്ങി. 9 മണിയോടുകൂടി ഈ മണ്ഡലം എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു വ്യക്തതയോടെ പറയാൻ കഴിയുമെന്നുള്ളതാണ് സാഹചര്യം. ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ഡലത്തിൻ്റെ വികസനം തന്നെയാണ്. 96-ന് മുമ്പും ചേലക്കര എന്ന മണ്ഡലത്തെ അടയാളപ്പെടുത്തുകയാണെങ്കിൽ 96-ന് മുമ്പും ശേഷവും എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. 96 വരെ ഇത് UDF MLA-മാർ മാറി ജനപ്രതിനിധികളായിരുന്ന ഒരു മണ്ഡലമാണ്. 96-ന് ശേഷം തുടർച്ചയായി LDF ആണ്. അത് ഒരു തവണ ഒഴികെ ബാക്കിയെല്ലാം K രാധാകൃഷ്ണനാണ്. ഒരു തവണ ഇപ്പോൾ മത്സരിക്കുന്ന UR പ്രദീപാണ്. അപ്പോൾ 96-ന് ശേഷം എല്ലാ തവണയും നിയമസഭയിലേക്ക് ഈ മണ്ഡലത്തെ പ്രതികരിച്ചിരുന്നത് ഇടതുമുന്നണിയാണ്. ആ 96-ന് മുമ്പ് ഈ മണ്ഡലത്തിന് വികസന പിന്നാക്കാവസ്ഥയായിരുന്നെങ്കിൽ 96-ന് ശേഷം നടപ്പാക്കിയ വികസന പദ്ധതികൾ, അത് റോഡുകളുടെ, പാലങ്ങളുടെ, സ്കൂളുകളുടെ, ആശുപത്രികളുടെ, അങ്ങനെ സമഗ്ര മേഖലകളിലും വലിയ വികസനം കൈവരിച്ചിട്ടുണ്ട്. അത് കിഫ്ബിയൊക്കെ വഴിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നേട്ടം LDF ഈ മണ്ഡലത്തിൽ വോട്ടർമാരിൽ നിന്ന് അനുകൂലമായി പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് മികച്ച വിജയം തന്നെയാണ് LDF പ്രതീക്ഷിക്കുന്നതെന്ന് തന്നെ പറയാം. അതിലൊരു മാറ്റം ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം. ശരി സാലി, സമഗ്രമായ വിവരങ്ങൾ തന്നെ മണ്ഡലത്തെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ സാലി മുഹമ്മദ് പങ്കുവച്ചു.